ഹലോ ഗൈസ്. അപ്പം ആകെ ചർച്ചയാക്കപ്പെട്ട ഒരു കാര്യമാണ് ഒരു പാരഡി പാട്ടിൻ്റെ വിഷയം. അത് എന്താ, സ്വാമി അയ്യപ്പ അല്ല അയ്യപ്പ സ്വർണം കെട്ടത് ആരപ്പ എന്നുള്ള പാരഡി പാട്ടുണ്ടല്ലോ. അത് എങ്ങനെയാണ് ഒരു മതത്തെ വ്രണപ്പെടുത്തുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഒരാളെ ആക്ഷേപിച്ചോ, ഒരു വ്യക്തിയെ ആക്ഷേപിച്ചോ അങ്ങനെ ഒന്നുമല്ല ആ പാട്ട്. ഒരു പാരഡി. ഒരു ഇലക്ഷൻ സമയത്ത് ഒത്തിരി പാട്ടുകൾ ഇറങ്ങും, അതിൽ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാവും. പാർട്ടി അങ്ങനെയാണല്ലോ, ഇലക്ഷൻ സമയത്ത് ഒരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്ഷേപിച്ചിട്ടാണ് സാധാരണ പാട്ടുകൾ ഇറക്കൽ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സംഭവം. അതിൽ ഒത്തിരി പാട്ടുകൾ ഇറക്കിട്ടോ. അതിൽ ആകെ ഒരു പാട്ടാണ് എന്താ പറയുക, കേരളത്തെ ഇടുക്കി തകർത്തി കുളിക്കിന്ന് പറഞ്ഞില്ലേ, ഒരു വൈറൽ ഗാനം ആക്കിയത്. അതിലൊരു പാട്ടാണ് കേട്ടോ, ആ പോറ്റിയെ എന്നുള്ള പാട്ട്. അത് മതത്തെ ആക്ഷേപിച്ച് എന്നൊക്കെ പറഞ്ഞാണ്ടാണ് തുടങ്ങിയത്. അതെങ്ങനെയാണ് സംഭവത്തിൽ അങ്ങനെ ആവണത്? ഇപ്രാവശ്യം ശബരിമലയ്ക്ക് അതിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നത്, പാടിയ ആൾക്കാരുടെ ഇൻ്റർവ്യൂവിലൊക്കെ എടുത്തതിൽ പറഞ്ഞ എത്രയോ ആൾക്കാരെ ശബരിമലയിൽ പോകുമ്പം ആ വണ്ടിയിൽ നിന്ന് ആ പാട്ട് കേട്ടിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അത് സ്വാമിനോട് പറയാണ്, അയ്യപ്പനോട് പറയല്ലേ, അയ്യപ്പൻ്റെ സ്വർണം കെട്ടൽ സഖാക്കളാണ്, ഇന്നവരാണ് അയ്യപ്പ എന്നുള്ളതാണല്ലോ ആ വീഡിയോ ആ പാട്ടിൽ പറയുന്നത്. ശരിക്കും അങ്ങനെയല്ലേ ആ പാട്ട്? ഒന്ന് ഇരുന്ന് കേട്ട് നോക്കിയാണ് അല്ലേ? ആ പാട്ട് പാടിയോരെ ജയിലിലടക്കുക പിന്നെ ഒക്കെ പറഞ്ഞാൽ കേരളത്തിലത്തെ ജയിൽ മതിയാകുമോ? കോടാനുകോടി മുക്കോടി എന്ന് പറഞ്ഞ മാതിരി ഇത്രയും ജനങ്ങളൊക്കെ ജയിലിലിടണമെങ്കിൽ ഒന്നെങ്കിൽ ജയിലിൽ ഉണ്ടാക്കേണ്ടി വരും. അല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഇത്രയും ആൾക്കാരൊന്നും അതിനുള്ള കൊള്ളൂല. വെറും ഒരു പാരഡി പാട്ട് നിങ്ങൾക്ക് ഉള്ളിൽ കൊണ്ട് നിങ്ങളെ ഏറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടല്ലേ. തെറ്റ് ചെയ്യാത്തവരെന്തിനാ പേടിക്കുന്നത്? തെറ്റ് ചെയ്തിട്ടാണല്ലോ അത് ഉണ്ട് എന്നുള്ള പറയേണ്ട ഒരു അവസരം വന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തൊരു റീൽസിൽ കണ്ടിട്ട്, എന്താ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടപ്പോൾ അതിൽ ചൈനയിലുള്ളൊരു ഒരാൾ വണ്ടിയിൽ കാറിൽ പോകുമ്പോൾ ഈ പാട്ട് കേട്ട് പോയി പാട്ട് പാടുന്ന ഒരു റീൽ കണ്ട്. അത്രയും ആസ്വദിച്ചാണ് ആൾക്കാരെ കേൾക്കുന്നത്. അവിടെ ഉള്ളവർക്ക് ആ ഭാഷ മനസ്സിലാവും എന്താന്നുള്ള അറിയൂല, എന്നാൽ പോലും ഓലെ ആസ്വദിച്ചാണ് അത് കേട്ട് പോണത് കേൾക്കണത്. അപ്പോൾ ഇത് മനസ്സിൽ തട്ടണം. ഇതിന് ഒരു പാർട്ടി UDF അത് ഇറക്കി, മറ്റേ CPM അത് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടല്ലേ. എന്തിനാണ് അയ്യപ്പൻ്റെ മുതലൊക്കെ കക്കാൻ പോയത്? കോടാനുകോടി ക്യാഷ് ഉണ്ടാവും, സ്വർണ്ണം ഉണ്ടാവും അയ്യപ്പൻ്റെ അടുത്ത്. അതൊക്കെ എന്തിന് കക്കാൻ പോയി? കക്കാൻ പോയിട്ടല്ലേ ഇങ്ങനെ പാരഡി പാട്ട് വന്നത്. വെറുതെ ഒരാൾ ഒരു പാട്ട് വെറുതെ ഇറക്കൂലല്ലോ. എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യപ്പെടും. അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. തെറ്റ് ചെയ്താൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞ്